മറുനാടൻ ഷാജനെയും ജാസ്മിൻ ഷായെയും സൂക്ഷിക്കുക എന്ന സന്ദേശം ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ചർച്ചയാകുമ്പോൾ അതിനു പിന്നിലെ ഗൂഢാലോചനയും പുറത്ത്. ക്രൈസ്തവ മാനേജ്മെന്റ് ആശുപത്രികളെ പൂട്ടിക്കാനാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റായ ജാസ്മിൻ ഷാ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. ഇതിന് കൂട്ടുനിൽക്കുകയാണ് മറുനാടൻ ഷാജൻ. മറുനാടൻ ഷാജനും ജാസ്മിൻ ഷായും സുഡാപ്പികളാണെന്നും ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു. താമരശ്ശേരി രൂപതയിലെ സ്കൂൾ അധ്യാപികയായ അലീന ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഈ വാദങ്ങൾ എത്തിയത്. താമരശ്ശേരി രൂപതയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ വാർത്തയെ മുക്കാനുള്ള ശ്രമം. ഇവിടെയും താമരശ്ശേരി രൂപതയാണ് കൂടുതൽ പിഴവ് വരുത്തിയത്. ഈ വാർത്തയ്ക്കിടയിലാണ് പാലാ രൂപതയ്ക്ക് കീഴിലെ മാർ സ്ലീവ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ചർച്ചകളിലേക്ക് വന്നതും. ഈ ആശുപത്രി ക്രൈസ്തവ മാനേജ്മെന്റിന്റേതായതുകൊണ്ടാണ് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു വ്യാജ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് നിറം മാറി കളിക്കുന്ന മാധ്യമപ്രവർത്തകൻ ചെയ്ത വീഡിയോയ്ക്ക് അടിയിലാണ് മറുനാടനെയും സുഡാപ്പിയാക്കിയത്. എന്നും ക്രിസംഖി എന്ന് വിളിച്ച് കളിയാക്കുന്നത് കേട്ട് ശീലിച്ച മറുനാടന് ഇത് മറ്റൊരു അനുഭവമായി. ഇതിനൊപ്പം ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട ആരോപണക്കുറിപ്പും വ്യാജ സ്വത്ത് സമ്പാദനവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിച്ചു. സുഡാപ്പി പണമാണ് ഇതിന് പിന്നിലെന്ന വ്യാജ ആരോപണവും ഇതിനെല്ലാം മറുനാടൻ കൂട്ടുനിൽക്കുന്നുവെന്ന ആക്ഷേപവും. ഈ സാഹചര്യത്തിലാണ് എന്താണ് സത്യമെന്ന് മറുനാടന് വീഡിയോയിലൂടെ വിശദീകരിക്കേണ്ടി വന്നതും. ക്രൈസ്തവ മാനേജ്മെന്റ് ആശുപത്രികളിൽ മാത്രമാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സമരമെന്നാണ് വ്യാജ പ്രചരണം. ഏറ്റവും കുറച്ച് സമരം UNA നടത്തിയത് ക്രൈസ്തവ മാനേജ്മെന്റ് ആശുപത്രികളിലാണ്. എവിടെ നഴ്സുമാർ നീതി തേടുന്നുവോ അവിടെ അവരെത്തും. തൃശൂരിലെ മദർ ആശുപത്രിയിലായിരുന്നു ആദ്യ പ്രധാന സമരം. ഡോക്ടർ ഹക്കീമിൻ്റേതായിരുന്നു ആ ആശുപത്രി. കിംസിലും ആസ്റ്ററിലും ലേക്ക് ഷോറിലും കൊടുങ്ങല്ലൂരിലെ ക്രാഫ്റ്റ് ആശുപത്രി, കൊടുങ്ങല്ലൂരിലെ CCMK, ഇതിനൊപ്പം പെരിന്തൽമണ്ണയിലെ മദേഴ്സ് കെയറിലും MESലും മൗലാനയിലും കാക്കനാട്ടെ സൺറൈസ് ആശുപത്രിയിലും സമരം നടത്തി. ഈ ആശുപത്രി മാനേജ്മെന്റുകളെ പരിശോധിച്ചാൽ അതിൽ പിന്നിൽ ആരുടേതാണ് കൂടുതൽ മാനേജ്മെന്റ് എന്ന് മനസ്സിലാകും. ഇതിൽ സൺറൈസസ് ആശുപത്രിയിലായിരുന്നു ചരിത്ര സമരം. ഇപ്പോൾ സൺറൈസസ് ആശുപത്രിക്ക് വേണ്ടിയാണ് പാലാ രൂപതയ്ക്ക് കീഴിലെ മാർ സ്ലീവ ആശുപത്രിയിലെ സമരം എന്നാണ് ആരോപണം. ഇതിലെ വസ്തുത അതിവിചിത്രമാണ്. അവിടെ സമരമൊന്നും നടന്നിട്ടില്ല. ഡിമാൻഡ് നോട്ടീസ് നൽകുകയാണ് ചെയ്തത്. കരാർ നിയമനവും ട്രെയിനുകളെ നിയോഗിക്കലും നഴ്സിംഗ് മേഖലയിൽ പാടില്ലെന്ന സർക്കാർ തീരുമാനത്തിന് പിന്നിൽ UNAയുടെ സമരമായിരുന്നു. പാലായിലെ ആശുപത്രിയിൽ ഇത് രണ്ടുമുണ്ടെന്ന് മനസ്സിലാക്കി ഇതിനെതിരെ ഡിമാൻഡ് നോട്ടീസ് നൽകുകയാണ് യൂണിറ്റ് സെക്രട്ടറി ചെയ്തത്. എന്നാൽ 5 കൊല്ലം പൂർത്തിയായ ഈ യൂണിറ്റ് സെക്രട്ടറിയും കരാർ നിയമനമായിരുന്നു. ഡിമാൻഡ് നോട്ടീസ് നൽകിയ ഈ നേതാവിനെ ആശുപത്രി കരാർ പുതുക്കാതെ പുറത്താക്കി. 5 കൊല്ലം തുടർച്ചയായി ജോലി ചെയ്ത UNAയുടെ പ്രാദേശിക നേതാവിന് താൻ കരാർ നിയമനം ആയിരുന്നുവെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ പുറത്താക്കലിനെതിരെ അവിടുത്തെ നഴ്സുമാർ പ്രതിഷേധിച്ചു. അല്ലാതെ അവിടെ വലിയൊരു സമരമൊന്നും ഉണ്ടായിട്ടില്ല. മിനിമം വേതനവും സർക്കാർ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന ആവശ്യം മാത്രമാണ് അവിടെ ഉയർത്തിയത്. ഈ നീതീകരിക്കാവുന്ന പ്രതിഷേധത്തിനെയാണ് വളച്ചൊടിക്കുകയും അത് ജാസ്മിൻ ഷായുടെ ക്രൈസ്തവ വിരുദ്ധ അജണ്ടയാക്കി മാറ്റുന്നതും. ഈ വാർത്തയും വിവാദവും ആയപ്പോഴാണ് ജാസ്മിൻ ഷാ അടക്കമുള്ളവർ ഈ വിഷയം ശ്രദ്ധിക്കുന്നത്. ഇതോടെ പാലായിലെ മറ്റ് ആശുപത്രികളിലും യൂണിറ്റ് തുടങ്ങാനും UNA തീരുമാനിച്ചു. കേരളത്തിലെ 476 ആശുപത്രികളിലായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന സംഘടനയാണ് UNA. വെറും 3000 രൂപയ്ക്ക് കേരളത്തിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരുണ്ടായിരുന്നു. ഈ നഴ്സുമാരുടെ കണ്ണീരിന് ഉത്തരം നൽകിയാണ് ഈ സംഘടന ഉയർന്നത്.